കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സംഭവത്തിൽ രക്ഷിതാക്കളുടെ യോഗം ഇന്ന് വീണ്ടും ചേരും. നേരത്തെ ഒരു ബാച്ചിലെ രക്ഷിതാക്കളുടെ യോഗം ചേർന്ന് റാഗിങ്ങും അതുമായി ബന്ധപ്പെട്ടെടുത്ത നടപടികളും വിശദീകരിച്ചിരുന്നു. സംഭവത്തിൽ 11 വിദ്യാർത്ഥികളെയാണ് പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ റാഗിംഗ് സംബന്ധിച്ച പരാതി ലഭിക്കാത്തതിനാൽ പോലീസ് തുടർ നടപടികൾ എടുത്തിട്ടില്ല. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ. ദിസ്ന, നമുക്കറിയാം 11 വിദ്യാർത്ഥികളെയാണ്, മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് അന്ന് സസ്പെൻഡ് ചെയ്തത്. ഇന്ന് മറ്റൊരു യോഗം കൂടി ചേരുന്നുണ്ട് രക്ഷിതാക്കളുടേത്. ഈ യോഗത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? കാരണം ഇപ്പോഴും പരാതി ലഭിക്കാത്തതുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ നിർവാഹമില്ലാതെ നിൽക്കുകയാണ്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് രക്ഷിതാക്കളുടെ യോഗം ഇന്ന് വീണ്ടും ചേരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഒരു ബാച്ചിലെ രക്ഷിതാക്കളുടെ യോഗം ചേർന്ന് റാഗിങ്ങും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ തുടർ നടപടികളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ 11 വിദ്യാർത്ഥികളെയാണ് പ്രിൻസിപ്പൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട അത് സംബന്ധിച്ചോ പരാതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. അതുകൊണ്ട് തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളോ തുടർ നടപടികളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല. പക്ഷേ ഈ റാഗിംഗ് അതായത് റാഗിംഗ് നേരിടേണ്ടി വന്ന വിദ്യാർത്ഥികൾ നേരിട്ടെത്തി തങ്ങൾക്ക് പരാതിയില്ല എന്ന് ചില വിദ്യാർത്ഥികൾ ബോധിപ്പിച്ചതായും ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ മെഡിക്കൽ കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായി സംബന്ധിച്ച യോഗം ഇന്ന് വീണ്ടും ചേരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് പോലീസ് ഈ സംഭവത്തിൽ തുടർ നടപടി എടുക്കാത്തത് എന്നതിനെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയും വാട്സപ്പിലൂടെ ഒക്കെ തന്നെയും വലിയ രീതിയിൽ അസഭ്യം പറയുകയും ചെയ്തു എന്ന ഒരു കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾ ആദ്യഘട്ടം മുതൽ പരാതിയിൽ വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പാളിന് ലഭ്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പാൾ നേരിട്ട് നടപടിയെടുത്തത്. 11 വിദ്യാർത്ഥികളെയാണ് സംഭവത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നത്. അതെ, കോഴിക്കോടും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.